ഇന്ത്യ മുന്നണി പിരിച്ചുവിടുമോ? പിരിച്ചുവിടും. പിരിച്ചുവിടണമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആവശ്യപ്പെട്ടു. ഒമർ അബ്ദുള്ള ആവശ്യപ്പെട്ടത് ബീഹാർ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവ്, അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ, RJD അധ്യക്ഷൻ ലാലുവിൻ്റെ മകൻ, RJD നേതാവ് തേജസ്വി യാദവിൻ്റെ ഒരു പ്രസ്താവനയെ കൂട്ടുപിടിച്ചിട്ടാണ്. തേജസ്വി യാദവ് പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇലക്ഷൻ കഴിഞ്ഞില്ലേ, ഇനി എന്തിന്, ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞില്ലേ, ഇനി എന്തിന് ഇന്ത്യ മുന്നണി എന്ന് ചോദിച്ചു. അതുകൂടാതെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ദില്ലിയിൽ വലിയ പ്രശ്നമാണ്. അജയ് മാക്കൻ എന്ന കോൺഗ്രസ് നേതാവ് ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ വിമർശനം നടത്തി. ആം ആദ്മി പാർട്ടി ദേശദ്രോഹികളാണെന്ന്. ഉടനെ ആം ആദ്മി പാർട്ടി പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ കോൺഗ്രസിനെ ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ മത്സരിക്കുന്നു ഒറ്റയ്ക്ക, കോൺഗ്രസ് പിന്നാലെ ചെന്നു ഞങ്ങളെ കൂടെ കൂടി ചേട്ടാ പോയി പണി നോക്കടാന്ന് പറഞ്ഞു. മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ തൃണമൂൽ കോൺഗ്രസ്, RJD, അതായത് മമതയുടെ പാർട്ടി, ലാലുവിൻ്റെ പാർട്ടി, SP അഖിലേഷിൻ്റെ പാർട്ടി, ഉദ്ധവ് താക്കറെ, ശിവസേന, ഇത്രയും പേര് ആപ്പിൻ്റെ കൂടെയാണ്. അപ്പോൾ ആരാ ഇന്ത്യ മുന്നണി? കോൺഗ്രസ് ഒഴിച്ചുള്ളവർ ഒരുമിച്ച് ദില്ലിയിൽ മത്സരിക്കുന്നു. അപ്പോൾ ഒമർ അബ്ദുള്ള പറയുന്നത് ഇന്ത്യ മുന്നണി എന്നൊക്കെ ഉണ്ട്, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മീറ്റിംഗ് ഇല്ല, ഇതിനൊരു നേതാവില്ല, ഇതിനൊരു അജണ്ടയില്ല, ഇങ്ങനൊരു മുന്നണി എന്നത്തിനാ എന്ന് ചോദിച്ചിട്ട് ഒമർ അബ്ദുള്ളയുടെ കൂടെ കോൺഗ്രസ് ചുറ്റിപ്പറ്റി ഇരുന്നിട്ട് ഒരു പിണ്ണാക്കം കിട്ടിയില്ല. കഷ്ടിച്ച് എത്ര 2-3 സീറ്റ് കിട്ടിയല്ലേ? അതെ, എണ്ണം കൃത്യമല്ല, ഒരു സീറ്റാണ് ഈ ഹിന്ദു ഭൂരിപക്ഷ മേഖല കിട്ടിയത്. ഞങ്ങളെ ഒന്നും മന്ത്രിസഭയിൽ എടുക്കുമോ എന്ന് ചോദിച്ചു. പോയി പണി നോക്കട ഇറക്കാമെന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ത്യ മുന്നണി ഇനി വേണ്ട. ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ, ഇലക്ഷനിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഇതെന്ത് മുന്നണിയാണ്? അപ്പോഴാണ് RJD പറയുന്നത്, അത് ലോക്സഭാ ഇലക്ഷന് വേണ്ടി തട്ടിക്കൂട്ടിയൊരു സാധനമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. സത്യത്തിൽ അങ്ങനെയാണ്. കാരണം മമതാ ബാനർജി ഇതിനിടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നേതാവാകാം, TMC നയിച്ചോളാം ഇന്ത്യ മുന്നണിയെ. ഈ കിഴങ്ങൻ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഇന്ത്യ മുന്നണിയെ നയിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ചാടിക്കേറി ആരൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചെന്നറിയാമോ? SP, RJD, ശരത് പവാർ NCP പിന്തുണ പ്രഖ്യാപിച്ചു. മമത വരട്ടെ, ദീദി വന്നാൽ കൊള്ളാം. അപ്പോൾ മമതയ്ക്ക് എത്ര സീറ്റുണ്ടെന്ന് അറിയാമോ? മമതയ്ക്ക് 29 സീറ്റുണ്ട്, SPക്ക് 37 സീറ്റുണ്ട്, കോൺഗ്രസിന് ഒറ്റയ്ക്ക് 199 സീറ്റുണ്ട്. ഓക്കെ, പക്ഷേ ബാക്കിയുള്ളവരുടെ സീറ്റുകളെല്ലാം കൂടിയാൽ കോൺഗ്രസിനുള്ള സീറ്റിനൊക്കെ കൂടുതലാണ്. അപ്പോൾ 10% ഉള്ളവർക്ക് പ്രതിപക്ഷ നേതാവിനെ കിട്ടുള്ളൂ. അത് ശരി, പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ പറ്റുമോ? കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമായിട്ട് പോകുമാർ ബാക്കിയുള്ളവർ മാറിയാൽ. അതാണ് കോൺഗ്രസിൻ്റെ പ്രതിസന്ധി. ഏതായാലും ചിത്രം ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയിൽ കോൺഗ്രസ് ഒന്നെങ്കിൽ ഇല്ലാതാവും. കോൺഗ്രസ് ഇല്ലാതാവുകയാണെങ്കിൽ ആ മുന്നണിയിൽ ബാക്കിയുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കും. കോൺഗ്രസ് ഒറ്റയ്ക്കും ബാക്കിയുള്ളവരായിട്ട് മാറും ഇന്ത്യ മുന്നണി. ഫലത്തിൽ കോൺഗ്രസിന് ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം നഷ്ടപ്പെടുകയാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അതിദയനീയമായ 3 പരാജയങ്ങൾ. കാശ്മീർ തോറ്റുപോയി. അതെ, BJP നില മെച്ചപ്പെടുത്തി. BJP നില മെച്ചപ്പെടുത്തിയത് മാത്രമല്ല, NCയുമായി നല്ല ബന്ധത്തിലാണ്. ഫറൂഖ് അബ്ദുള്ള ഇന്ത്യക്ക് അനുകൂലമായി പാകിസ്ഥാനെതിരെ, അതായത് ഒമർ അബ്ദുള്ളയുടെ അച്ഛൻ, പാകിസ്ഥാനെതിരെ നിരന്തരം ചിത്തവിളിയാണ്. അസംബ്ലിയിലെ ആർട്ടിക്കിൾ 370 കാശ്മീരിൻ്റെ സ്വയം നിർണയാവകാശം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള പ്രമേയം പാസ്സാക്കണമെന്ന് മുഫ്തിയുടെ മെഹബൂബയുടെ പാർട്ടി ആവശ്യപ്പെട്ടു. NC വഴങ്ങിയില്ല. NCക്ക് നാഷണൽ കോൺഫറൻസിന് ആകെ വേണ്ടത് ജമ്മു കാശ്മീരിന് എന്ത് വേണം? സംസ്ഥാന പദവി തിരിച്ചു തരണം. കോൺഗ്രസ് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷൻ കഴിയട്ടെ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. BJP പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് അല്ല, BJP നാഷണൽ കോൺഫറൻസിനോട് BJP ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, കേന്ദ്രം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കും. എപ്പോൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം ഉണ്ട്, എല്ലാവർക്കും അറിയാം. എപ്പോഴാണെന്നറിയാമോ? NCയും BJPയും കൂടി മുന്നണി ഉണ്ടാകുമ്പോൾ ജമ്മു കാശ്മീരിൽ സംസ്ഥാനമായി തിരിച്ചു വരും. അതിനുവേണ്ടി ഇപ്പോൾ ആദ്യം വേണ്ടത് എന്താ? ഇപ്പോൾ ഒരു കാരണം വേണം. ആർക്ക്? നാഷണൽ കോൺഫറൻസിന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിടാൻ.
ഇത് മാത്രമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ ഈ പാർലമെന്റ് സമ്മേളനം കൂടിയപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വലിയ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അപ്പോഴും തൃണമൂൽ കോൺഗ്രസും SP ഒക്കെ ഒന്ന് വിട്ടു നിൽക്കില്ലായിരുന്നു. യാതൊരു സഹകരണം. ആ വിഷയം അങ്ങനെയല്ല. രണ്ട് വിഷയങ്ങളാണ് ഇവർ ഉയർത്തി. ഒന്ന് ഭരണഘടന എന്ന് പറഞ്ഞൊരു വിഷയം, രണ്ട് അദാനിക്കെതിരെയുള്ള വിഷയം. അദാനിക്കെതിരെ കോൺഗ്രസ് ബഹളം വെച്ചപ്പോൾ സമാജ്വാദി പാർട്ടി കൂടിയില്ല, തൃണമൂൽ കോൺഗ്രസ് കൂടിയില്ല. എന്തിന് സഖാവ് പിണറായി വിജയന്റെ പാർട്ടി പോലും കൂടിയില്ല. CPM കൂടിയില്ല. സഹകരിക്കുന്നില്ല. ഒറ്റയ്ക്ക് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വേണുഗോപാലിൻ്റെയും ഖാർഗെയുടെയും മാത്രം ആവശ്യം പോലെയാണ് അദാനി വിരുദ്ധ മുദ്രാവാക്യം അവിടെ മുഴങ്ങിയത്. ബാക്കി ആരും കൂടിയില്ല. അപ്പം തന്നെ ഇന്ത്യ മുന്നണി എവിടെ? അതാണ് ഒമർ അബ്ദുള്ള ചോദിക്കുന്നത്. ഇന്ത്യ മുന്നണി എവിടെ? ഇന്ത്യ മുന്നണി ഇല്ല. ഇങ്ങനത്തെ ഒരു മുന്നണി വേണ്ട, പിരിച്ചുവിടെന്ന് നാഷണൽ കോൺഫറൻസ് പറയുന്നതിന് ഒരു കാരണമുണ്ട്. പിരിച്ചുവിട്ടാൽ എനിക്കിഷ്ടമുള്ളിടത്ത് പോകാമല്ലോ. ഇപ്പം പോയാൽ സംഭവിക്കാൻ പോകുന്നത് മുന്നണി വിട്ടുപോയി എന്നുള്ള ആക്ഷേപം വരും. ഇവർ വെയിറ്റ് ചെയ്യുന്ന ഇന്ത്യ മുന്നണി തകർന്ന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കെതിരെ കോൺഗ്രസ് പുറത്തു പോകണം. കോൺഗ്രസ് പുറത്തു പോയാൽ പുതിയൊരു മുന്നണിയാണ് ഉണ്ടാകുന്നത്. ആ മുന്നണി ചേരണോ വേണ്ടയോ എന്ന് NCക്ക് തീരുമാനിക്കാം. അതെ, ഇന്ത്യ മുന്നണി പോയി അടുത്ത മുന്നണി ചേരണോ വേണ്ട, ഇനി എൻ്റെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളാണ്. ഒന്ന് സംസ്ഥാന പദവി വേണം, സംസ്ഥാനത്തിന് കേന്ദ്ര സഹായം വേണം. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നതിന് എന്താ കുഴപ്പം? നാഷണൽ PDP മുഫ്തിയുടെ പാർട്ടിയും BJPയും കൂടെ കാശ്മീർ ഭരിച്ചില്ലേ? എന്നാൽ പിന്നെ നാഷണൽ കോൺഫറൻസിന് എന്തുകൊണ്ട് ഭരിച്ചുകൂടാ? അപ്പോൾ ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. താരതമ്യേന രാഹുൽ ഗാന്ധിയോളം പ്രായമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയെക്കാളും ബോധമുണ്ട്. പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനാണ്. കൃത്യമായി രാഷ്ട്രീയമറിയാവുന്ന, തന്ത്രജ്ഞതയോടെ രാഷ്ട്രീയ കാര്യങ്ങൾ നീക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അല്ലെങ്കിൽ അവിടെ കാശ്മീരിൽ കൂടെ കൈയടി കിട്ടുമായിരുന്നു. 370 പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞൊരു പ്രമേയം അങ്ങോട്ട് സർക്കാർ അവതരിപ്പിച്ചാൽ എന്തിനവിടെ ലഫ്റ്റനന്റ് ഗവർണർ വന്നിട്ട് നയപ്രഖ്യാപന പ്രസംഗം നടത്തി? ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. സമാധാനപരമായിട്ട് അത് കഴിഞ്ഞു. അപ്പം വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ഒമർ അബ്ദുള്ള ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് മുന്നണി വിട്ടുപോകണം. അപ്പം മുന്നണി വിട്ടുപോയാൽ ഉറപ്പാണ് BJP സർക്കാർ, BJPയുമായി ചേർന്ന് NDA സർക്കാരാണ് കാശ്മീർ ഭരിക്കുന്നതെങ്കിൽ കാശ്മീർ സംസ്ഥാനമായി മാറും. അപ്പം ഇത് നമ്മൾ നോക്കുന്ന ഇനി ഒരു ഇലക്ഷൻ നേരിടാൻ ഉള്ള ശേഷി കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിലുണ്ടാവും. കേരളത്തിന് പുറത്ത് ഇപ്പോൾ കർണാടകയിൽ നോക്കുക. കർണാടകയിൽ എന്താ അവസ്ഥ? കർണാടകയിൽ കഴിഞ്ഞ ദിവസം 3-4 ദിവസമായിട്ടുള്ളൂ ബസ് ചാർജ് കുത്തനെ കൂട്ടി, മെട്രോ നിരക്കുകൾ കൂട്ടി. സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ബസ് യാത്ര കൊടുക്കും എന്ന് പറഞ്ഞവരാണ് കർണാടക. അപ്പോൾ ഫ്രീ ബീസ് കൊടുത്ത് തവിട് പൊടിയായി മുന്നോട്ട് പോകാൻ പറ്റാതെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് കോൺഗ്രസ് സർക്കാർ. വാഗ്ദാനങ്ങളൊക്കെ പറയും, വാഗ്ദാനങ്ങൾ അത്രയ്ക്കുണ്ട്, എനിക്ക് അതൊന്നും പാലിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിത പറയുന്ന പോലെയാണ്. ഈ വാഗ്ദാനങ്ങൾ കൊടുക്കുക, വാഗ്ദാനങ്ങളായി തുടരും, ജനങ്ങളെ പറ്റിക്കാം. പക്ഷെ അത് മാറിയിട്ട് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കുന്നു. BJP സർക്കാരുകളും വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുന്നു. ഇത്തരം ഒരു രാഷ്ട്രീയ കാലാവസ്ഥ പൊതുവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ തകർച്ച. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാശ്മീരിലെ പരാജയം, ഹരിയാനയിൽ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും ഹരിയാന തോറ്റുപോയത്, മഹാരാഷ്ട്രയിലെ അതിദയനീയമായ പരാജയം. രാഹുൽ ഗാന്ധി നയിച്ച 9-10 തെരഞ്ഞെടുപ്പുകൾ അതിദയനീയമായി പരാജയപ്പെട്ടു. 3 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടു. വിവിധ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടു സമീപകാലത്ത്. അപ്പോൾ ഇത്രയും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയെ പോലെ, ഞാൻ നേരത്തെ രാജീവ് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ, രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രമാത്രം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നേതാവ് എങ്ങനെയാണ് ഒരു മുന്നണിയെ നയിക്കുക? ഒട്ടും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് പിന്നെയും തെളിയിക്കുകയാണ് രാഹുൽ. അതുകൊണ്ട് NDA മുന്നണിയിലെ മറ്റു കക്ഷികൾ മാത്രമല്ല, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ കാലത്താണെങ്കിലും തെരഞ്ഞെടുപ്പുകൾ ജയിച്ചതിൻ്റെ ഒരു റിസൾട്ട് ബാസ്ക്കറ്റിലുണ്ടായിരുന്നു അല്ലേ? രാഹുലിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഇപ്പം കർണാടകയിലെ വിജയം രാഹുൽ ഗാന്ധിക്ക് വല്ല ക്രെഡിറ്റും ഉണ്ടോ? അതാ ശിവകുമാർ എന്ന് പറയുന്ന അവിടെ DK ശിവകുമാർ എന്ന് പറയുന്ന ഒരാളുടെ കരിസ്മ കൊണ്ടും അയാളുടെ സ്വാധീനം കൊണ്ടും അയാളുടെ പണക്കൊഴുപ്പ് കൊണ്ടും നേടിയ വിജയമാണ് കർണാടകയിൽ. പക്ഷേ അതിനുള്ളിൽ തന്നെ ഇപ്പോൾ സിദ്ധരാമയ്യക്കെതിരെയും ഖാർഗെക്കെതിരെയും ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ ഒരുപാട് കേസുകൾ. സിദ്ധരാമയ്യയുടെ മാത്രമല്ല, അത് ലോകായുക്ത കേസെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രി പ്രതിയാണ്. അതെ. ഖാർഗെക്കെതിരെയാണെങ്കിൽ സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേരിലുള്ള കേസ്, മുഡ അല്ലേ, മുഡയുടെ മൈസൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഭൂമിയുടെ കേസ്, അത് ഭൂമി ഭാര്യയുടെ പേരിൽ കൊടുത്തിട്ട് ഇപ്പോൾ ഞാനത് തിരിച്ചു കൊടുത്തേക്കാന്നാണ് പറഞ്ഞത്. തിരിച്ചു കൊടുത്താൽ ഞാൻ സിരുവിൻ്റെ പോക്കറ്റ് അടിച്ചു, പോലീസ് പിടിക്കുന്നതായപ്പോൾ ഞാൻ എടുത്ത കാശ് തിരിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ നടത്തിയ തെഫ്റ്റ് അല്ലാതാവുന്നില്ല, പിക്ക് പോക്കറ്റിംഗ് അല്ലാതാവുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അപ്പം തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥലത്തൊന്നും രാഹുലിൻ്റെ ക്രെഡിറ്റ് കൊണ്ട് ജയിച്ചതല്ല. ഇനിയിപ്പോൾ ദില്ലി ഇലക്ഷൻ ഒരു പ്രതീക്ഷയും കോൺഗ്രസ് ഇല്ലല്ലോ. ഷീലാ ദീക്ഷിത് എത്രയോ വർഷങ്ങൾ
അല്ലേ, പതിറ്റാണ്ടുകൾ ഭരിച്ച സംസ്ഥാനമാണ്. സ്വന്തം കൈപ്പടിയിലിരുന്ന ദില്ലിയിൽ രാജ്യ തലസ്ഥാനം അല്ലേ, 0 കോൺഗ്രസിന്റെ MLA മാർ. ഇനി എത്ര കിട്ടും? എന്നിട്ട് ഇപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആം ആദ്മി പാർട്ടിയുടെ പിന്നാലെ നടക്കുന്നു. പാർലമെന്റ് ഇലക്ഷനിൽ 0 കിട്ടിയത്. ആം ആദ്മി പാർട്ടി പുറങ്കാലിന് ചവിട്ടി ഓടിക്കുക. കാരണം അവർക്കറിയാം കോൺഗ്രസ് ഒന്നും അല്ലാണ്ടായി മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു സംസ്ഥാനത്തും സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ഒരു പ്രാദേശിക പാർട്ടിയെക്കാളും ദയനീയമായ പെർഫോം ചെയ്യുന്ന ഒരു നേതാവിനെ വെച്ചുകൊണ്ട് എന്തിനാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്? ഇന്ത്യ മുന്നണി ഒന്നെങ്കിൽ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇന്ത്യ മുന്നണി സ്വമേധയാ കൊഴിഞ്ഞു പോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടുത്ത് തന്നെ നാഷണൽ കോൺഫറൻസ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് BJP പാളയത്തിലേക്ക് വരുന്ന രാഷ്ട്രീയ കാഴ്ചയും എനിക്ക് തോന്നുന്നു 1-2 മാസത്തിനുള്ളിൽ, ഒരു പക്ഷേ അടുത്ത ജമ്മു കാശ്മീർ അസംബ്ലി യോഗത്തിന് മുമ്പ് തന്നെ നാഷണൽ കോൺഫറൻസ് NDAയുടെ ഭാഗമായി മാറിയേക്കാം. ഇന്ത്യ മുന്നണി കഷ്ടിച്ചൊരു 100 ദിവസം കൂടി ഉണ്ടാകുമോ എന്നറിയില്ല. കാരണം 100 ദിവസം എന്ന് പറയാൻ കാരണം ദില്ലി തെരഞ്ഞെടുപ്പിൽ കൂടെ ദയനീയമായി കോൺഗ്രസ് പരാജയപ്പെടും. അവരുടെ പെർസെൻറ്റേജ് വോട്ട് ശതമാനം എത്രയാണ് എന്നതിനെ അനുസരിച്ചിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാവി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.